നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ദിവസമാണ്. ഇന്ന് കർക്കിടക വാവാകുന്നു. ചന്ദ്രൻ സ്വന്തം രാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കാൻ പോകുന്നു. കൂടാതെ ഇന്ന് ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥി കൂടിയാകുന്നു. ഇന്നേ ദിവസം പിതൃക്കളുമായി ബന്ധപ്പെട്ട ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസമാകുന്നു. ഇന്നേ ദിവസം ശരിയായ രീതിയിൽ ആചരിച്ചാൽ പിതൃക്കളുടെ കടാക്ഷത്താൽ സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇന്ന് പിതൃക്കളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വാവുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഈ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തെ ചിത്രം പരമശിവന്റെ ചിത്രമാകുന്നു. രണ്ടാമത്തേത് പിതൃക്കളുടെ ചിത്രമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തീർച്ചയായും നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഒരു നിമിഷം പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച് 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടദേവതയുടെ നാമം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. ആദ്യത്തെ ചിത്രമായ പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും ജീവിതത്തിൽ ചില പരിഹാരങ്ങൾ വന്നെത്തുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. കാരണം ഈശ്വരാധീനം, ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ നിത്യവും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ചെയ്യുന്നതിലൂടെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് വളരെ വേഗം പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രശസ്തിക്ക് സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പല പ്രശ്നങ്ങൾക്കും ഉടനെ പരിഹാരം കണ്ടെത്തുകയും അത് നിങ്ങളുടെ ഭാവി ജീവിതത്തെ അനുകൂലമായി തന്നെ അത് പ്രതിഫലിക്കുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായി തന്നെ ഭവിക്കുന്നതുമാകുന്നു. വലിയ തെറ്റുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇന്ന് അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വന്നെത്തുവാനുള്ള അവസരങ്ങൾ സാധിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. കൂടാതെ വിചാരിച്ചതായ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയോ അതിനു മേലുള്ള കാര്യങ്ങൾ സ്വന്തമാക്കുകയോ ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിൽ ചില കാര്യങ്ങൾ പ്രകടമായി തുടങ്ങും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ അല്പമെങ്കിലും നേട്ടങ്ങൾ അല്ലെങ്കിൽ മനസമാധാനം അല്പം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് പോയിട്ടുള്ളവരാകുന്നു. അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുക തന്നെ ചെയ്യും. പലരുമായി യോജിച്ച് പോകുവാൻ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിച്ച് പോകുവാൻ സാധിക്കുകയും തന്മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. പ്രശംസയോ അംഗീകാരമോ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു. അത് നിങ്ങളുടെ പ്രവൃത്തിയാലാകാം. ആത്മാർത്ഥത ഉള്ളവരാണ് നിങ്ങൾ. പല അവസരങ്ങളിലും അഥവാ പല ആവർത്തിയും നിങ്ങളത് തെളിയിച്ചിട്ടുള്ളവരാണ് എന്ന് തന്നെ പറയാം. ജീവിതാനുഭവം കൂടുതൽ ഉള്ളവരാണ് നിങ്ങൾ. അത് ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായ കാര്യമായി മാറും. ഏത് കാര്യത്തെയും ആത്മാർത്ഥതയോടെ തന്നെ നേരിടുവാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ ആത്മാർത്ഥതയോടെ സമീപിക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുകയും ആ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കുവാനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. സ്വന്തമായി ഏത് കാര്യവും ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ. ഇന്നേ ദിവസം അത്തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത്തരം ഫലങ്ങൾ വന്നു ചേരാം. ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചില കാര്യങ്ങളെ സമയോചിതമായി നേരിടുവാനും അത് നിങ്ങൾക്ക് അനുകൂലമാക്കുവാനും സാധിക്കുന്നതുമാകുന്നു.
ഇന്നേ ദിവസം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ നിങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ഏവരോടും ഇഷ്ടത്തോടെ പെരുമാറുവാൻ സാധിക്കുന്നതായ സമയമാണ്. കൂടാതെ ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്നതാകുന്നു. കഷ്ടതകൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത് ഒഴിവാക്കുവാൻ പല അവസരങ്ങളിലും ശ്രമങ്ങൾ നടത്തിയിട്ടും നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ വരും ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. തടസ്സങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു എങ്കിൽ പോലും അതിൽ ചിലതെങ്കിലും വഴിമാറി പോകുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ എപ്രകാരം വഴിമാറ്റി കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുകയും അത് വിജയത്തിൽ എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഏത് കാര്യത്തിലും സ്ഥിരത വന്നു ചേരുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാകുന്നു. വരും ദിവസങ്ങളിൽ തീർച്ചയായും ഇത്തരം ചില അനുകൂലമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകുവാനും പല കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ നിങ്ങൾക്ക് ഈ സമയം അനുകൂലം തന്നെയാകുന്നു. വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ചില ശ്രമങ്ങൾ നടത്തുകയും അത് വിജയം കാണുകയും ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലമാണ്. എന്നാൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഈ സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിപ്പിക്കുവാൻ കാരണമായി തീരും. അതിനാൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ അവിടെ നിന്നും വഴിമാറി പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ പിതൃക്കളെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. കഠിനാധ്വാനികളാണ് നിങ്ങൾ. എന്നാൽ പല ആവർത്തി പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമാവുകയോ കഠിനാധ്വാനം ചെയ്തിട്ടും പല കാര്യങ്ങൾ അനുകൂലമാകാത്തതിനാൽ വിഷമിക്കുകയോ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ അർഹിച്ചതായ കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ നിങ്ങൾ പല കാര്യങ്ങളിലും അസ്വസ്ഥരാകുന്നു. എന്നാൽ ചില മാറ്റങ്ങൾ, അത് എല്ലാ കാര്യത്തിലും എന്ന് പറയുന്നില്ല, ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരാം. വരും ദിവസങ്ങളിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതുമാണ്. നിരീക്ഷണ ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിഷ്കളങ്കരായ വ്യക്തികളാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുകയും അതിനാൽ തന്നെ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രാപ്തരായി തീരുകയും ചെയ്യുന്നതാകുന്നു. അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന കാര്യവും ഓർക്കുക. പലപ്പോഴും പല കാര്യങ്ങളും കഠിനാധ്വാനത്താൽ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. മറ്റുള്ളവരോട് സ്നേഹവും ദയയും പുലർത്തുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും ഇത് തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും അത്തരം കാര്യങ്ങൾ പലരോടും തുടരുന്നവർ തന്നെയാണ് നിങ്ങൾ. ശാന്തരും വിശ്വസ്തരുമാണ് നിങ്ങൾ. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. നല്ല ബന്ധം പുലർത്തുവാൻ, അത് ഏവരുമായി നല്ല ബന്ധം പുലർത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ ക്ലേശങ്ങളുണ്ട് എങ്കിൽ പോലും അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ചില പ്രയാസങ്ങൾ ഒഴിഞ്ഞു എന്ന് വരാം. പുതിയ ചില കാര്യങ്ങൾ, പുതിയ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരുന്നതാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാകാം. അതിനാൽ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങളാൽ സൗഖ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കുക. അപ്രതീക്ഷിതമായി ധനനേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് സഹായധനമോ അല്ലെങ്കിൽ മറ്റ് രീതികളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ധനമായി മാറാം. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ചില അവസരങ്ങൾ, വലിയ പ്രതീക്ഷകൾ നൽകാതെ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിക്കുന്നതാകുന്നു. പുതിയ ചില വാതിലുകൾ തുറക്കപ്പെടും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ശരിയായ രീതിയിൽ തന്നെ വന്നു ചേരുന്ന അവസരങ്ങളെ നിങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു. നിശ്ചയദാർഢ്യം അല്പമൊന്ന് വർദ്ധിക്കുകയോ ഉറച്ച മനസ്സ് കൈവരിക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. ഊർജ്ജസ്വലതയോടെ പല കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നവരാകുന്നു. കൂടാതെ ശ്രദ്ധയുള്ളവരായി നിങ്ങൾ മാറുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ലെങ്കിൽ അല്പം അത്തരം കാര്യങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എല്ലാ കാര്യവും എളുപ്പത്തിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ, സന്ദർഭങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാനും തന്മൂലം ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും നേട്ടങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ
സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ എവിടെയും ശ്രദ്ധിക്കേണ്ടവർ തന്നെയാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഏവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. അമിതമായ പല കാര്യങ്ങളിലും സംഘർഷം അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. പലരെയും സ്നേഹത്തോടെ തന്നെ കീഴ്പ്പെടുത്തുവാൻ, അതായത് ശത്രുക്കളെ സ്നേഹത്തോടെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവരുടെ ദുഃഖം സഹിക്കാൻ സാധിക്കാത്തവരാണ് നിങ്ങൾ. അതിനാൽ പലരെയും അകമഴിഞ്ഞ് സഹായിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലരും നിങ്ങളെ താഴ്ത്തി പറയുവാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ തർക്കത്തിലേക്ക് പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ വന്നു ചേരേണ്ട പല സൗഭാഗ്യങ്ങളും തട്ടിത്തെറിച്ച് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അനാവശ്യമായ ചില ചിലവുകൾ ഇന്നേ ദിവസം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. നിങ്ങൾക്ക് ചില സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകളോ നിങ്ങളിലേക്ക് വന്നു ചേരുവാനോ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. മറ്റുള്ളവർക്ക് നിങ്ങളെ മനസ്സിലാകുന്ന രീതിയിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. പല രീതികളിലൂടെയും നിങ്ങൾക്ക് പരിവർത്തനങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ വിശ്വസിച്ചാൽ നിങ്ങൾ ആരെയും ഒരിക്കലും കൈവിടുന്നവരല്ല എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരണം. ഏവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടുള്ളതല്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ നേർവഴിക്ക് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റുള്ളവരെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാത്തവരായതിനാൽ തന്നെ നിങ്ങൾക്ക് ഈശ്വരകടാക്ഷം എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങൾ, ചില വാർത്തകൾ കേൾക്കുവാൻ സാധിച്ചു എന്ന് വരാം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവർക്ക് ആപത്ത് വരാത്ത രീതിയിൽ ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാം. വന്നു ചേർന്നിരിക്കുന്നതായ ദുരിതങ്ങൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.